السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 188-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലതുബയ്യിനന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون. വൈദ് അഖദല്ലാഹു, അള്ളാഹു വാങ്ങിയ സന്ദർഭം ഓർക്കുക. മീസാക്ക, ഉറപ്പ്, ഉടമ്പടി, കരാർ എന്നൊക്കെ പറയാം. അല്ലാഹു തആല ഉറപ്പ് വാങ്ങിയ സന്ദർഭം ഓർക്കുക. ഉറപ്പ് വാങ്ങിയത്, കരാർ വാങ്ങിയത്, എഗ്രിമെൻ്റ് ചെയ്തത് അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നാണ്. അല്ലദീന ഒരു വിഭാഗം ആളുകളിൽ നിന്നും, ഊത്തുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവരായിരുന്നു അവർ. അവരിൽ നിന്ന് ഒരു ഉടമ്പടി അല്ലാഹു വാങ്ങി. ആ ഉടമ്പടി ഇതായിരുന്നു: ലതുബയ്യിനുന്നഹു, നിങ്ങളത് വിവരിച്ചു കൊടുക്കണം, നിങ്ങളത് വ്യക്തമാക്കി കൊടുക്കണം, വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ലിന്നാസി, ജനങ്ങൾക്ക്. ഇപ്പോൾ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നാണ് ഈ ഉറപ്പ് വാങ്ങിയത്, ഈ കരാർ വാങ്ങിയത്. എന്നിട്ട് പറഞ്ഞത് ജനങ്ങൾക്ക് നിങ്ങളത് വ്യക്തമാക്കി കൊടുക്കണം. വലാ തക്തുമൂനഹു, നിങ്ങളത് മറച്ച് വയ്ക്കുന്നതല്ല. വലാ തക്തുമൂനഹു, നിങ്ങളത് മറച്ചു വയ്ക്കുകയും അരുത്. ഇതായിരുന്നു ആ എഗ്രിമെൻ്റ്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം എന്ന് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് അല്ലാഹു പറഞ്ഞു. അതിനൊരു കരാറങ്ങനെ ഒരു ഉറപ്പും വാങ്ങിവെച്ചു. ഫനബദൂഹു വറാഅ ദുഹൂരിഹിം, അപ്പോൾ സംഭവിച്ചതോ, വേദഗ്രന്ഥം കയ്യിൽ ഇരിക്കുന്ന ഈ ആളുകൾ ഫനബദൂഹു, എന്നിട്ടവർ അത് എറിഞ്ഞു കളഞ്ഞു. നബദു എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക, വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുക, കളയുക. വറാഅ, പുറകിലേക്ക്, ദുഹൂരിഹിം, അവരുടെ മുതുകുകളുടെ പുറകിലേക്ക് എന്ന് പറഞ്ഞാൽ അവർ അതിനൊരു പരിഗണനയും കൊടുത്തില്ല. ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ വിവരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കരാർ വാങ്ങി വേദഗ്രന്ഥത്തിൽ ഉറപ്പ് വച്ചിരുന്നുവെങ്കിലും ഫനബദൂഹു, അവർ അതിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു.
വറാ ലുഹൂരിഹിം, അവരുടെ പുറകിലേക്ക്, അവരുടെ മുതുകുകളുടെ പുറകിലേക്ക്, വറാ ലുഹൂരിഹിം. വഷ്തറൗ, എന്നിട്ട് അവർ വാങ്ങി, ബിഹി, അതിന്, ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ വചനത്തിന് പകരം അവർ സമനൻ കലീല, തുച്ഛമായ വില വാങ്ങി. ഭൗതികമായ കാര്യങ്ങൾ നേടുന്നതിനുള്ള ചില തുച്ഛ വിലയാണ് അതിന് പകരം അവർ വാങ്ങിയത്. സമനൻ കലീല. ഫബിസമ യഷ്തറൂൻ, അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഫബിസ, വളരെ മോശമായ കാര്യമാണ്. മാ യഷ്തറൂന, അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, യഷ്തറൂന, അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ സത്യം പറഞ്ഞു കൊടുക്കാതെ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം വളരെ മോശമായ കാര്യമാണ്. ഇതാണ് ഈ വചനത്തിൽ പറഞ്ഞ പദാർത്ഥം. ഇതിൻ്റെ വെളിച്ചത്തിൽ, ഈ വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുസ്ലിം ലോകം, ഇതെല്ലാം നമുക്കും ബാധകമാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ഇതിന് മുമ്പുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ പിന്നിൽ വരുന്നവരിൽ നിന്നും അങ്ങനെയൊന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഈ വർഗം അവരെന്താ ചെയ്തത്? ആൻഡ് റിമെമ്പർ വെൻ അല്ലാഹ് ടുക്ക് എ കവനൻസ്, അല്ലാഹു തആല ഒരു ഉടമ്പടി സ്വീകരിച്ചതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഓർക്കൂ. വിത്ത് ദോസ് ഹൂ വെയർ ഗിവൺ ദ ബുക്ക്, അവർക്ക് വേദഗ്രന്ഥം കൊടുത്തിട്ടാണ് പറയുന്നത്, സെയിങ് യു ഷാൽ മേക്ക് ഇറ്റ് നോൺ ടു ദ പീപ്പിൾ, ഇതിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ആൻഡ് നോട്ട് ടു കൺസീൽ ഇറ്റ്, നിങ്ങളിത് മറച്ചു വയ്ക്കരുത്. ബട്ട് ദേ ത്രൂ ഇറ്റ് ബിഹൈൻഡ് ദെയർ ബാക്സ്, എന്നാൽ അവർ അവരുടെ മുതുകുകളിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറത്ത് ഒരു പരിഗണനയും കൊടുത്തില്ല. ആൻഡ് ദേ ബാർട്ടേഡ്, ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുന്നതിനായി ബാർട്ടേഡ് എന്ന് പറയുന്നത്. ദേ ബാർട്ടേഡ് ഇറ്റ് ഫോർ എ പാൾട്രി പ്രൈസ്, അപമാനകരമായ, നിന്ദ്യമായ, മോശമായ വിലയ്ക്ക് അവർ ഈ മഹത്വപൂർണമായ ഉടമ്പടിയെ വലിച്ചു കീറി കളഞ്ഞു. ഈവിൾ ഈസ് ദാറ്റ് വിച്ച് ദേ ഹാവ് ബോട്ട്, അവർ വാങ്ങിക്കൂട്ടുന്നത് വളരെ മോശമായ കാര്യമാണ് എന്നവർ അറിയുന്നില്ല. ഇപ്പോൾ ഈ വേദഗ്രന്ഥവും കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 73 കക്ഷികളായിട്ട് ഇവന്മാർ പിരിയുമെന്നു. അപ്പോൾ ഞാനും എൻ്റെ സഹാബാക്കളും ഇരുന്നത് പോലുള്ള ഒരു സംഘം എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവരാരും ഒട്ടും മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കത്തില്ല. ഏതെല്ലാം രീതിയിലുള്ള അവഹേളനങ്ങൾ നടത്താമോ ആ വേദഗ്രന്ഥം കൈവച്ചുകൊണ്ടാണ്. ഇവർ മുസ്ലിങ്ങളെ അല്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലെങ്ങും കയറ്റാൻ പാടില്ല, നമ്മുടെ പ്രദേശത്ത് പോലും പാടില്ല. അത്തരത്തിൽ ഈ പരിശുദ്ധ ഗ്രന്ഥവും കൈവച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. അതൊരു സത്യമായി പുലരുകയല്ലേ ഈ കാലഘട്ടത്തിലും. അല്ലാഹു തആല അദ്ദേഹം അതിശക്തമായ നിലയിൽ ലോകത്തോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അള്ളാഹ് തിരഞ്ഞെടുത്ത് അല്ലാഹു തആല ആ വഹി നാക്കി വെച്ചു കൊടുക്കുന്നതാണ്. നീ പറ. അപ്പോൾ ഡെസ്പൈറ്റ് ദ കവനൻസ് വിച്ച് അല്ലാഹ് ടുക്ക് ഓഫ് ദോസ് ഹൂ റിസീവ് ദെയർ ബുക്സ്, ഈ വേദഗ്രന്ഥങ്ങൾ കിട്ടിയ ആളുകൾ അല്ലാഹു തആല പ്രകാരം ഒരു ഉടമ്പടി സ്വീകരിച്ചിരുന്നെങ്കിലും ബിഫോർ ദ റെവലേഷൻ ഓഫ് ദ ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഇങ്ങനൊരു ഇതിലുള്ള കാര്യം ഉള്ളതുപോലെ പറയണമെന്ന് അതവർ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് സത്യമായ കാര്യമാണ് എന്ന് അവരുടെ വേദഗ്രന്ഥം നോക്കി തന്നെ അവർക്ക് പറയാമായിരുന്നു. ആ വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ അവർ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല. എന്താ? ദ ലാറ്റർ ഡിഡ് നോട്ട് ഫുൾഫിൽ ദ കവനൻസ്. എന്നാൽ ഈ ആളുകൾ എന്ത് ചെയ്തില്ല? മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വേദഗ്രന്ഥത്തിൻ്റെ പണ്ഡിതന്മാർ, ആളുകൾ ആരെ ഭരമേൽപ്പിക്കപ്പെട്ടുവോ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യം അതുപോലെ പറഞ്ഞു
കൊടുത്തില്ല. ബൈ നോട്ട് ഡെലിവറിങ് ദ ട്രൂ മെസ്സേജസ്, അതിൽ പറഞ്ഞ യഥാർത്ഥമായ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തില്ല. ദ ഗാർഡിയൻസ് ഓഫ് ദീസ് റെവലേഷൻസ്, ഈ വെളിപാടുകളുടെ സൂക്ഷിപ്പുകാരായിട്ടുണ്ടായിരുന്ന ആളുകൾ, ഹു വെയർ ഇൻഫാക്ട്സ്, ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ വചനങ്ങളും ഈ ഗ്രന്ഥവും സൂക്ഷിപ്പുകാരായി കരുതിയിരുന്ന ആളുകൾ, ദ ഹൈ പ്രീസ്റ്റ്സ്, ഭയങ്കര പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലും ഇസ്ലാം മതത്തിലും എത്ര വലിയ വലിയ പുരോഹിതന്മാരും മൗലാനമാരുമാണ് ഉള്ളത്. ഏതെങ്കിലും ഒരാൾക്ക് ഈ മൊയ്തീൻ ഷെയ്ഖ് വരുന്നുവെന്ന് അതവനെ അവർ വെറുതെ ആ പാട്ട് പാടി അവർ കാശ് വാങ്ങിച്ച് അതും കൂടെ പോക്കറ്റിലിടും. മൊയ്തീൻ ഷെയ്ഖുമാരെയും കൂടെ വിറ്റ് കാശ് അവർ പോക്കറ്റിൽ. എന്നിട്ടല്ല ഈ ആളുകളെല്ലാം ഈ പറയുന്ന തൊപ്പിയും താടിയും കാണുമ്പോൾ നീളക്കുപ്പായവും കൂടെ കണ്ടു കഴിയുമ്പോൾ അവിടെ വീണ് കിടക്കുക. അപ്പോൾ ഇൻഫാക്ട് ദ ഹൈ പ്രീസ്റ്റ്സ്, ഈ വലിയ ഉന്നതന്മാരായ ഈ മഹാപണ്ഡിതന്മാർ, ആൻഡ് ദോസ് നോളജബിൾ, പിന്നെ പാണ്ഡിത്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ, പറയും ഞങ്ങളൊക്കെ വലിയ പുരോഗമനവാദികളാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ മുജാഹിദാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഇച്ചിരി കൂടെ ഗ്രേഡ് കൂടിയെന്നാണ് പറയുന്നത്. അയാളുടെ കള്ളൻ്റെ വേഷം പല രീതിയിൽ വരുന്നു എന്നല്ലാതാണ്ട് ഗ്രേഡ് അവിടെ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം ഒരു സൈസ് തട്ടിപ്പ് സംഘമാണ്. എപ്പക് ആഫ്റ്റർ എപ്പക്, ഓരോ കാലഘട്ടത്തിന് ശേഷം അടുത്ത കാലഘട്ടം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ദ കോമൺ പീപ്പിൾ ആസ്ട്രേ, അവരിങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ ഈ സാധാരണ ആളുകളെ വഴികേടിൽ കൂടെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ബൈ ഹൈഡിങ് എ പാർട്ട് ഓഫ് ദ റെവലേഷൻ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഭാഗത്തെ അവർ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ അല്ലാഹു തആല അയച്ചു കൊണ്ടിരിക്കുമെന്ന് ഇവർ തന്നെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് വച്ചിരിക്കുന്നെങ്കിലും അതിനൊന്നും അതിനെല്ലാം ദുർവ്യാഖ്യാനം പറയുന്ന ആളുകളായിപ്പോയി. ഡിഡ് നോട്ട് സ്യൂട്ട് ദം, അതുകൊണ്ട് ഈ പണ്ഡിതന്മാർക്ക് സ്യൂട്ടാവാത്ത, അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരുടനെ അതങ്ങ് മറച്ചു വയ്ക്കും. വാട്ട് ബെനിഫിറ്റഡ് ദി സോ കാൾഡ് സേജസ് പേഴ്സണലി, ഈ സന്യാസിമാർ, ഈ ഋഷിവര്യന്മാർ, ഈ മഹാപണ്ഡിതന്മാർ, ഈ ഗുരുക്കന്മാർ എന്താണ് വ്യക്തിപരമായി അവർക്ക് ഇതിലൂടെ നേട്ടമുണ്ട്? ദ റെഡിലി ഷോഡ്, അവർ യഥാർത്ഥത്തിൽ ഉടനെ തന്നെ അത് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു സത്യം. ബട്ട് ദാറ്റ് വിച്ച് ഡൗസ്ഡ് ദെയർ ന്യൂ ഫോം പവർ, എന്നാൽ അവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അവർ ഇരിക്കുന്ന അധികാര കസേരയ്ക്ക് മങ്ങലേൽക്കുമെന്ന് കരുതിക്കൊണ്ടാണ് അവർ ഈ സത്യം പറയാത്തത്. അവരിയ്ക്കുന്നത് ഇപ്പം നോക്കുക, അഹ്മദിയ ജമാഅത്തിൻ്റെ ഖലീഫ തന്നെ ഇതറിയാൻ വയ്യാത്തതല്ല. ഇപ്പോഴിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം തകർന്ന് പുതിയ സംവിധാനം, യഥാർത്ഥമായ ദീൻ നിലവിൽ വരുമ്പോൾ ഇവരൊക്കെ ഒരു സാധാരണ ആളുകളായിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനല്ല, ഈ കിട്ടുന്നത് മുഴുവൻ ഉപയോഗപ്പെടുത്തി സുഖലോലുപതയിൽ ആറാടാൻ അവർക്ക് കഴിയാതെ വരും. അതുകൊണ്ട് അവർ കണ്ടെത്തിയ ഈ പുതിയ അധികാര കസേരകൾ, ആ പവറുകൾ നശിച്ചു പോകാതെ അത് കെടുത്തി കളയുമെന്നുള്ള ഭയം കൊണ്ടാണ് ഈ സത്യം അവരുടെ അനുചരന്മാരോട് പറയാത്തത്. എന്നിട്ട് അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്ത് തീറ്റിപ്പറ്റി വളർത്തിക്കൊണ്ടിരിക്കും. ദേ ഹൈഡ്, അങ്ങനെ അവരത് മറച്ചു വച്ചിരിക്കുക. ലിറ്റിൽ ബൈ ലിറ്റിൽ, ഡ്യൂ ടു ദെയർ നെഗ്ലിജൻസ് ഇൻ കീപ്പിംഗ് ദെയർ വേർഡ്സ്, ഇത് അല്പാൽപമായി അവരുടെ വാക്കുകൾ അവർ വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുന്നത് മൂലം ദ ടീച്ചിങ്സ് ഓഫ് വെയർ ട്രാമ്പിൾഡ് ടു ഡസ്റ്റ്, അങ്ങനെ ഇതിലെ അധ്യാപനങ്ങൾ അവർ മണ്ണിലേക്ക് ആഴ്ത്തിക്കളയും. യഥാർത്ഥമായ അധ്യാപനം നിലനിൽക്കുകയില്ല. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് അഖദല്ലാഹു മീഥാഖല്ലദീന ഊതുൽ കിതാബ, ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നാം ഉടമ്പടി അല്ലാഹു തആല സ്വീകരിച്ചു.
തുബയ്യനന്നഹു ലിന്നാസി, നിങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. വലാ തക്തുമൂനഹു, എന്നാൽ നിങ്ങളത് മറച്ചു വയ്ക്കരുതെന്ന് പറഞ്ഞു. ഫനബദൂഹു വറാ ദുഹൂരിഹിം, എന്നാൽ അവർ അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞു, അതിന് പരിഗണന കൊടുത്തില്ല. വഷ്തറൂബിഹി സമനൻ കലീല, അവർ തുച്ഛമായ വില വാങ്ങുകയാണ് ചെയ്തത്. ബീസമായ ഇഷ്തറൂൻ, അങ്ങനെ അവർ വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന, സുഖിച്ചുകൊണ്ടിരിക്കുന്ന, ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന എത്ര നിന്ദ്യമായ നികൃഷ്ടമായ കാര്യമാണെന്നറിയാമോ? ബീസമായ ഇഷ്തറൂൻ. ഈ പരമമായ സത്യം ലോകത്തിൻ്റെ മുമ്പാകെ ഈ വിശുദ്ധ ഖുർആൻ്റെ സത്യം വെളിപ്പെടുത്താൻ അല്ലാഹു തആലയുടെ ഗ്രന്ഥമായതുകൊണ്ട് അവൻ അതിൻ്റെ നടപടി സ്വീകരിക്കുകയും അത് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. ഇത് നമ്മൾ ഒരിടത്ത് നിന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാൾ പറയുന്നു, കുറച്ച് വളരെ വിരലിലുണ്ടാവുന്ന സഹോദരങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിത് കേൾക്കുന്നു, ഓരോ ചെവിയിൽ കേൾക്കുന്നു, മറു ചെവിയിലൂടെ പോകുന്നുള്ള അർത്ഥവത്തായ നിലയിൽ എന്ത് പ്രവർത്തനങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക. ഖുർആൻ വായിക്കുകയും കേൾക്കുകയും ചെയ്യുകയും എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്തവർ ഇതുപോലെയായിരുന്നു മുൻകാലങ്ങളിലുള്ള ആളുകളും. ആ പണ്ഡിതന്മാരായാലും അത് കേൾക്കുന്നവരായാലും അവരത് വായിച്ച് കേട്ടു, അത് മതി എന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ ഒന്നും പ്രവർത്തിച്ചില്ല, വേദഗ്രന്ഥത്തിൽ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചില്ല. ഇത് ഈ വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുവാനുള്ളതാണ്. തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓരോരുത്തരും, മാതാപിതാക്കൾക്ക് ഒരു 5-10 രൂപ പോലും കൊടുക്കാത്ത മക്കളാണ്. ഇതൊക്കെ വേദഗ്രന്ഥത്തിൽ എന്താ പറയുന്നത്? വബിൽ വാലിദൈനി ഇഹ്സാന, അവർക്ക് സന്തോഷവും സ്നേഹവും ഉണ്ടാകുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. മാതാപിതാക്കളോട് അവർക്ക് എന്തിലാണ് സന്തോഷം, അത് മക്കളൊന്നറിയണം. അവരത് ചെയ്യുന്നില്ല എങ്കിൽ ഈ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളായെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മക്കളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം, ഈ ദീനനുസരിച്ച് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിയുന്നത് പോലെ കഴിയാം. ഈ ദീനിനെ വലിച്ചെറിഞ്ഞിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെങ്കിൽ അഹോ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളതാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 2010 മുതൽ 2015 മുതൽ ഇങ്ങനെ ബൈഅത്ത് ചെയ്ത് വന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മൾ പല ഏരിയകളിലും ഉണ്ട്. ഒരു സഹോദരങ്ങളിലും ഒരു ചൈതന്യവും ഈ കാര്യത്തിൽ ഫലവത്തായ നിലയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് അവരവർ തന്നെ പരിശോധന നടത്തി നോക്കുക. അതുകൊണ്ട് നമ്മൾ പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്, പുതിയ സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ദീനിനു വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ആ ദീനിനു വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം, അവരുടെ ദുആ, അവരുടെ ആർജവം നിങ്ങൾക്ക് ലഭിക്കുവാൻ എന്താ വഴി? വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞു തരുന്നത് എന്ന് ചോദിക്കുക. ഒരു കുടുംബം ആദ്യം ഇസ്ലാമിക കുടുംബമായി മാറുക. അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അള്ളാഹുവിൻ്റെ വഹി, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ അകമ്പടി സേവിക്കുന്ന ഭവനമായിട്ട് നമ്മുടെ കുടുംബം മാറാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ലതുപോലെ തിന്നും കുടിച്ചും ഇരുന്നാൽ മതി? അതോ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റണം? ആ ഉത്തരവാദിത്വങ്ങൾ അള്ളാഹുവും അവൻ്റെ റസൂലും കാണിച്ചു തന്ന വഴികൾ അനുസരിച്ച് നിറവേറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് അവനിൽ നിന്നുള്ള പ്രീതി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളെല്ലാം ഇത് വിശ്വസിച്ചു എന്നും പറഞ്ഞ് നമുക്ക് തോന്നുന്നിടത്ത് കയറി സുഖലോലുപരായിട്ട് ഇരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കി നടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ, ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ടെന്നിരിക്കട്ടെ, അവിടെ നിങ്ങളൊരു വൃക്ഷം നട്ടു, ഒരു മാവ് സങ്കല്പിക്കുക. ആ മാവ് വളർന്ന് വലുതായി, അതിൽ ഫലങ്ങൾ കായ്ക്കുന്നു. നിങ്ങൾ പറയും ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, ഇതിലാരും കയറരുത്. പക്ഷേ അല്ലാഹു തആല വാനലോകത്ത് നിന്നും അനേകം സൈസ് പക്ഷികളെ അവിടെ വിടും. അവൻ ആഹാരം അവിടെ വെച്ചിരിക്കുക, അവന് തണൽ അവിടെ വെച്ചിരിക്കുക, അവന് കൂടുകൂട്ടിയിരിക്കാനുള്ള
അത് എൻ്റെ പുരയിടത്തിൽ നിൽക്കുന്ന ഈ മാവിൽ ഒരു മനുഷ്യനും കയറാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള യുക്തി എന്താണ്? അവനിതെല്ലാവർക്കും വേണ്ടി അവൻ തന്നിരിക്കുന്നതാണ്. നമ്മൾ കൈയടക്കി അങ്ങ് വയ്ക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന എത്ര ജീവികൾ, ആയിരക്കണക്കിന് എറുമ്പുകൾ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൻ്റെ ചുറ്റുമൊക്കെ അവരവിടെ ജീവിക്കുക, അവർക്കും അവകാശപ്പെട്ടതാണ്. നമുക്കും അതിൽ നിന്ന് ആ ഇച്ചിരി തണലും 2 പാമ്പഴവും കിട്ടുന്നെങ്കിൽ അത് നമുക്കും എടുത്ത് കഴിക്കാം. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇല്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അതാണ് മനുഷ്യനെന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോയി കൊടുക്കാൻ നോക്കാത്തതുകൊണ്ട് അവർ കൊടുക്കുന്നില്ല. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഇത് ഉണങ്ങി ചുക്കടിച്ചങ്ങ് പോകും. 10 പഴം പിടിക്കുന്നതിന് പകരം ചിലപ്പോൾ നല്ലതുപോലെ പൂത്തെല്ലാം വന്നെങ്കിലും ആ പൂവെല്ലാം അങ്ങ് കരിഞ്ഞു പോകത്തക്കൊണ്ടുള്ള അല്ലെ ഒരു കാറ്റടിച്ച്. എല്ലാം അള്ളാഹുവിൻ്റെ ബ്ലെസ്സിങ്ങാണ്. അതുകൊണ്ട് അള്ളാഹു താല തന്ന ഒന്നിനെയും നമ്മൾ മറച്ചു വയ്ക്കേണ്ട, എല്ലാത്തിനെയും അവൻ്റെ സൃഷ്ടികൾക്കായിട്ട് തന്നെ തുറന്നു വെക്കുക. അങ്ങനെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ലോക സമസ്ത സുഖിനോ ഭവന്തു, മുഴുവൻ ലോകവും സുഖം അനുഭവിക്കണമെന്നുള്ള ആ ഇതോടുകൂടി എനിക്കെന്തുണ്ടോ അതെൻ്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ, അതിന് ആ ആഗ്രഹം പൂർത്തിയാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വരെ നിങ്ങളാരും വിശ്വാസിയാകത്തില്ലെന്ന്. അപ്പോൾ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ അന്തസത്ത ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കും, സ്വർഗസ്ഥരായിട്ട് തന്നെ ജീവിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് സന്തോഷിക്കാം. നമ്മൾ നട്ടു വളർത്തിയ ആ മാവിൽ ഇത്രയും പക്ഷികൾ വന്നിരുന്ന് അത് കലപില ശബ്ദം ഉണ്ടാക്കുകയും അത് ഭക്ഷണം കഴിക്കുകയും അത് തണൽ കൊള്ളുകയും എന്നിട്ടത് പറന്നു പോവുകയും ചിലപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. സൂക്ഷ്മ നിരീക്ഷണം നടത്തി നോക്കുക. അതുകൊണ്ട് മക്കളെ, ഇതൊന്നും നമ്മുടേതല്ല, നമുക്ക് തൽക്കാലം കിട്ടിയതാണ്, അത് അവൻ്റെ ഔദാര്യം കൊണ്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വാർത്ഥരാകാതെ, സ്വാർത്ഥത കൈവെടിഞ്ഞ് നിങ്ങൾ നിസ്വാർത്ഥമായ സേവനത്തിനായിട്ട് തയ്യാറാകുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും അല്ലാഹു തആല ധാരാളമായി കൊണ്ടുതരും, എന്നിട്ട് വാരി കൊടുക്കാനായിട്ട്. അല്ല എങ്കിൽ അവൻ ചുരുക്കി 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 അവസാനം നിങ്ങളെ ഒരിടത്ത് കിടത്തും. ഇത് നമ്മുടെ ചുറ്റും കണ്ണുള്ളവർക്ക് നോക്കിക്കാണാം, ചിന്തിക്കുന്നവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം, കേൾവിയുള്ളവർക്ക് കേട്ട് മനസ്സിലാക്കാം. ഇത് ബുദ്ധി ഉപയോഗിക്കുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് ചെവികളുണ്ട്, അവർ ഒരു ശബ്ദം കേൾക്കുന്നു എന്നതുപോലെ മാത്രമായിരിക്കും ഈ ശബ്ദം, അവരത് ഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള ആക്ഷൻ ഉണ്ടാവൂ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് വളരെ വലിയ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചറിവുണ്ടാകുക. അത് ചിലപ്പോൾ 1 പൈസ ആയിരിക്കാം ഏൺ ചെയ്യാൻ പറ്റുന്നത്, ചിലർക്ക് 1 കോടി ഏൺ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. അപ്പുറത്ത് 1 പൈസ ഏൺ ചെയ്യുന്നവനും ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും തന്നത് എന്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് അവൻ്റെ ഔദാര്യമാണ്, നമ്മളെ പരീക്ഷണം നടത്താൻ വേണ്ടിയാണ്. അവരെ ഭംഗിയായ നിലയിൽ അവരെ അല്ലാഹു തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ദിവസവും നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിനരാത്രങ്ങൾ വളരെ എണ്ണപ്പെട്ടതാണ്. ആ ദിനരാത്രങ്ങളിലൂടെ ശാശ്വതമായ ജീവിതത്തിന് പര്യാപ്തമായ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ച് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ദുർഘടമായ സന്ധി തരണം ചെയ്യാതെ ഒരാൾക്കും കടന്നു പോകാൻ പറ്റില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതാണ് തൗഫീഖാണ്. എൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നാളത്തെ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.